ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. നമ്മുടെയൊക്കെ അംഗൻവാടികളിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടി വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ചില ആൾക്കാരൊക്കെ അത് അങ്ങനെ തന്നെ കഴിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുത്തു പോകും കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ചിരവിട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്നും അല്ലാതെ ഈ സാധനം നമുക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഐറ്റം. ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ തന്നെ കുറഞ്ഞ ചേരുവകൾ ചേർത്തുകൊണ്ട് നമുക്കതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു പലഹാരം നമുക്ക് എത്ര കഴിച്ചാലും മതി വരുകയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് അമൃതപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് കേട്ടോ അംഗൻവാടിയിൽ നിന്ന് അമൃതപ്പൊടി കൊടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ശർക്കരയാണ് കേട്ടോ. ശർക്കര ഞാൻ ചെറുതായിട്ടൊന്ന് കുത്തി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. അങ്ങനെ ശർക്കര ഞാൻ ഉരുകാനായിട്ട് ഇതേ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് ഉരുകണ സമയം കൊണ്ട് തന്നെ പിന്നെ നമുക്ക് വേണ്ടത് നിലക്കടലയാണ്. പിന്നെ ഈ നിലക്കടലയുടെ വെയിറ്റ് വരുന്നത് 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. അത് മുഴുവനായിട്ടൊന്നും ചേർത്ത് കൊടുക്കണില്ല, പകുതി മതി. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി വേണം. പിന്നെ അതേ ഒരു അരമുറി തേങ്ങ ചിരവിയതും കൂടെ വേണം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഒറ്റനൂൽ പരുവം അങ്ങനെയൊന്നും ആവണ്ട. നമുക്ക് ശരിക്കും ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി എടുത്തുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം ഇനി നിലക്കടലയും കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നിലക്കടല 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും ഇട്ടെടുക്കണില്ല, പകുതി അത്ര കേട്ടോ ചേർത്ത് കൊടുക്കണുള്ളൂ. 100 ഗ്രാമൊക്കെ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഈ അമൃതപ്പൊടിക്കകത്ത് തന്നെ നമുക്ക് നിലക്കടലയും എല്ലാം പൊടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കടിക്കാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഈ നിലക്കടല ഒന്ന് ചൂടായി വരുന്ന അത്രയും നേരം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. തീ ശരിക്കും ചൂടായതിന് ശേഷം ഇതിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ നന്നായിട്ട് തീ കത്തിങ്ങണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ, ഉള്ളൊന്നും വേവില്ല, പച്ചയായിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ അത് വേണ്ട, കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ശരിക്കും വെന്ത് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനത്തെ നിലക്കടല ഞാനൊന്ന് വറുത്തെടുത്തു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചൂട് പോണതിന് മുമ്പ് തന്നെ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അങ്ങനെ അതേ നിലക്കടലയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ അത് രണ്ടായിട്ട് നമ്മൾ തൊലി കളയണ സമയത്ത് തന്നെ രണ്ടായിട്ട് പൊളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി, പിന്നെ പൊളിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അതേ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഒരു അരമുറി തേങ്ങയും കൂടെ അതും ചിരവിയെടുത്തു കേട്ടോ. അങ്ങനെ
നമുക്ക് വേണ്ട ചേരുവകളെല്ലാം ഞാൻ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വലിയ പാത്രം വേണം. അപ്പോൾ ഇത് ഒരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ അമൃതപ്പൊടി ഒന്ന് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ അമൃതപ്പൊടി ചേർത്ത് കൊടുത്ത ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ചിരവി വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നിലക്കടല, വറുത്ത് വെച്ച നിലക്കടല അതും ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഏലക്ക നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസം വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു മണം ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി ആവശ്യത്തിന് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ അമൃതപ്പൊടിയും തേങ്ങയും കടലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ നനവൊക്കെ കാരണം തന്നെ അമൃതപ്പൊടി കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ കണ്ടോ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒന്ന് അരിച്ച് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും കല്ലോ മണലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ അതൊന്ന് അരിച്ചൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനത്തെ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ അമൃതപ്പൊടി ഉണ്ടായിട്ടും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊരു ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഒന്ന് കയറി നോക്കുവാണെങ്കിൽ കാണാം. അപ്പോൾ അതേ കുഞ്ഞു ബോളുകളാക്കി ഞാൻ കുറച്ചൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനായിട്ടും കൂടെ ഒന്ന് പിടിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാനിവിടെ എല്ലാം തന്നെ അതുപോലെ ഒന്ന് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് വൈകുന്നേരത്തെ കട്ടൻ ചായൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.